ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ചെടിയെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ബിഗോണി എന്ന് പറയും. ഈ ബിഗോണി ചെടി കണ്ടോ, ഈ വേനൽക്കാലത്ത് നല്ല പുഷ്ടിയോടെ നിൽക്കുന്നത്. അതിനൊറ്റ കാരണമാണ് ഇതിനെപ്പോഴും തണുപ്പ്. ഈ ചെടികളൊക്കെ, ബിഗോണി എന്ന് പറയുന്ന ചെടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തണുപ്പുണ്ടെങ്കിലാണ് ആ ചെടികൾ നല്ല പുഷ്ടിയോടെ വളരുക. ചൂട് കാലത്ത് നമുക്ക് 2 നേരം നനച്ച് കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. എന്ന് വെച്ച് തോനെ വെള്ളം പാടില്ല. അതായത് ചെടിക്ക് എപ്പോഴും തണുപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മൾ നനച്ച് കൊടുക്കണം. ഓവർ വെള്ളമായാൽ ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇതുണ്ടോ, നല്ല ഭംഗിയിൽ നല്ല ഇലകളൊക്കെ നിൽക്കുന്നത്. ഞാൻ കാര്യമായിട്ട് വളമൊന്നും കൊടുത്തിട്ടില്ല. നട്ടപ്പോൾ കുറച്ച് കരിയിലയും കുറച്ച് മേൽമണ്ണും ഇട്ട് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറെ വളങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ തണുപ്പ് മസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം, നല്ല തണുപ്പുണ്ടോ, ചെടിയുടെ ചുവട്ടിൽ വെള്ളം ചെറിയ ഈർപ്പമുണ്ടോ എന്ന് നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ചില ബിഗോണിയ ചെടികൾ നമ്മൾ ശ്രദ്ധിക്കണം. ചില ബിഗോണിയ ചെടികൾ വേനൽക്കാലം ആകുമ്പോൾ താനെ ഇല പഴുത്ത് പൊഴിഞ്ഞു പോയിട്ട് പുതിയ ലീഫുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. കണ്ടോ, ഇതൊക്കെ ചൂട് ആകുമ്പോഴത്തേനും ഇലകളൊക്കെ താനെ പഴുത്ത് ഇങ്ങനെ പോകും. പക്ഷെ നമ്മൾ പേടിക്കേണ്ട, അത് പറിച്ച് കളയുകയൊന്നും വേണ്ട. അതിൽ നിന്ന് വീണ്ടും മുളകൾ പൊട്ടി അത് നല്ല ഉഷാറോടുകൂടി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നനവുണ്ടായിരിക്കണം അതിന്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓവർ നനവല്ല, മിതമായ നനവ്, തണുപ്പ് കിട്ടിയിരിക്കണം ആ ചെടികൾക്ക്. നമ്മൾ എല്ലാ ദിവസവും ഇലകളൊക്കെ നനച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് നിൽക്കും. കണ്ടോ, എൻ്റെ ചെടികളൊക്കെ കണ്ടോ. ചില ബിഗോണിയ ഇലകൾ കംപ്ലീറ്റ് പോയിട്ട് നശിച്ചു പോയാലും നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മളത് അനക്കാണ്ട് വെച്ച് നനച്ച് കൊടുക്കുക. അതിന് വീണ്ടും തൈകളെല്ലാം മുളച്ച് പൊന്തി വരുന്നതായിരിക്കും. ഈ ചെടി കണ്ടോ, ഇതൊക്കെ നല്ല രീതിയിൽ നന്നായി നിൽപ്പുണ്ട്. ഇതൊക്കെ ഇലകൾ കുത്തി വെച്ചിട്ടാട്ടോ ഞാൻ പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ചെടിയുടെ ഇല കംപ്ലീറ്റ് പോയിട്ട് പുതിയ ഇലകൾ വന്നതാണ്. അപ്പോൾ ആരും പേടിക്കണ്ട. തണുപ്പ് നന്നായി കൊടുക്കുക, നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പക്ഷേ വെള്ളം കെട്ടി നിൽക്കരുത്. ഇതൊക്കെയാണ് ബിഗോണിയയ്ക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.